എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നല്ലോ. നാളെ മുതൽ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ഉണ്ട്. നാളെ മുതൽ 11, 12, 13 തീയതികളിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഒരു സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം അവസാനിക്കുന്ന ഈ പ്രത്യേക സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു 2-3 ദിവസം സഭയായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ 10:30 മുതൽ 1:30 ഈ സമയത്ത് മാത്രമേ ഉള്ളൂ. വൈകിട്ട് മീറ്റിംഗ് ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. രാവിലെ മാത്രമേ മീറ്റിംഗ് ഉള്ളൂ. വ്യാഴം, വെള്ളി, ശനി 11, 12, 13 ഈ 3 തീയതികളിലായിട്ടാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ശുശ്രൂഷിക്കാനും കടന്നു വരുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വീണ്ടും വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തെ വിളിക്കുന്നത് മക്കദോന്യ വിളി എന്നാണ്. മക്കദോന്യ എന്ന സ്ഥലത്തേക്ക് ദൈവം പൗലോസിനെയും കൂട്ടരെയും വിളിച്ചു. പൗലോസ് പോയാൽ പൗലോസിൻ്റെ കൂടെ ഒരു കൂട്ടം ജനം വിശ്വസിച്ച് മുന്നോട്ട് പോകും. അവർക്കുറപ്പാണ് പൗലോസ് പോകുന്ന വഴി തെറ്റില്ല. കാരണം ഒരു ദൈവിക വെളിപ്പാടില്ലാതെ താൻ ഏതു വഴിക്കും തിരിയില്ല. ദൈവിക ഇടപെടലില്ലാതെ ഒരു വഴിക്കും അദ്ദേഹം പോകില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങുന്നവർ ഒരിക്കലും അബദ്ധങ്ങളിൽ പോയി ചാടിയില്ല. ഇന്നു മുതൽ നമ്മൾ വായിക്കുന്നത് ഇവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന മറ്റൊരു ചരിത്രമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ലൂദിയ എന്ന സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നു. പൗലോസൊക്കെ പുഴവക്കത്തിരുന്ന് വചനം പറഞ്ഞപ്പോൾ ലൂദിയയുടെ കുടുംബം സ്നാനപ്പെട്ടു. ആ വീട് ഇവർക്ക് താമസത്തിനായി തുറന്നു കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ഥിരമായി ഇവർ ദൈവവചനം പറയുവാൻ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 16 ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റ് വന്നു. അവർ പൗലോസിൻ്റെ ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഭൂതം ബാധിച്ച ഒരു സ്ത്രീ. ഈ സ്ത്രീയെ കൊണ്ട് അവർക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം ഈ സ്ത്രീ വരുന്ന ആൾക്കാരുടെ ചരിത്രമൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേര് അവിടെ ക്യൂ നിന്ന് പൈസ കൊടുത്താണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ യജമാനന്മാർ വളരെ സ്വത്തുണ്ടാക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പൗലോസും കൂട്ടരും ആ വഴി പോകുന്നത്. ഈ സ്ത്രീ എന്നും പറയും, ആ പോകുന്നത് രക്ഷാമാർഗം അറിയിക്കുന്നവർ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിശാചിന് നമ്മെക്കുറിച്ച് എത്ര ക്ലിയർ ആയിട്ട് അറിയാം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. നമ്മൾ ശ്രേഷ്ഠനായ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്ന ഒരു ബോധ്യം നമുക്കിടക്ക് ഇല്ലാതെ പോകും. എന്നാൽ പിശാചിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഇവർ രക്ഷാമാർഗം അറിയിക്കുന്നവർ. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. രക്ഷാമാർഗം അറിയിക്കുന്നവരാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഒരു ജോലിയേ ഉള്ളൂ, രക്ഷാമാർഗം അറിയിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ, യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അതിന് പൂർണ്ണ സമയമായിട്ട് ഇറങ്ങിയ ആൾക്കാരെ മാത്രമേ പല സഭകളിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. ആ ദൈവദാസന്റെ ഭാര്യയെ പോലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസിയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. പാസ്റ്ററെ മാത്രം പലരും അംഗീകരിക്കാറുള്ളൂ. ഈ ചിന്താഗതികൾ വിടണം. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് വിളിച്ചു വേർതിരിച്ച എല്ലാവരും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമാണെന്ന് അവരവർക്കെങ്കിലും ഒരു ബോധം വേണം. ഇത് പറയാൻ ആരും ഇല്ലെങ്കിലും ഭൂതം നിങ്ങളോട് പറയും.
നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഇതാ അവൾ പൗലോസിൻ്റെയും ഞങ്ങളെ പിന്നാലെ വന്നിട്ടാണ് ഇത് പറഞ്ഞത്. അവളൊരു സ്ഥലത്തിരുന്ന് കാര്യം പറയണം. എന്നാൽ പൗലോസ് ശീലാസും അതിലെ പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് അവൾ ഇറങ്ങി ഓടി വന്നിട്ട് അവൾ പറയാണ്, അവൾ അതിശയിച്ചു പറയുകയാണ്, എല്ലാവരോടും വിളിച്ചു പറയുകയാണ്, ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. ദാസനെന്നല്ല, ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ. നന്മ സുവിശേഷിക്കുന്ന കാലുകൾ എത്ര മനോഹരമാണ്. നമ്മുടെ വിളി എത്ര വലുതാണ്. രക്ഷാമാർഗം അറിയിക്കുന്നു. മറ്റൊരുത്തനിലൂടെയും രക്ഷയില്ലെന്നുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇതല്ലാതെ മറ്റുള്ളവരെ രക്ഷിക്കുന്ന എന്തുണ്ട്? ഇന്ന് ഭൂമിയിൽ കാണുന്ന വലിയ ചർച്ച എന്നൊക്കെ പറയുന്നില്ലേ, ആരൊക്കെയോ രക്ഷാമാർഗം അറിയിച്ചതാണ്. ഏതൊക്കെയോ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ വണ്ടിക്കൂലിയില്ലാതെ, കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ, പട്ടിണി കിടന്നും കിലോമീറ്ററുകൾ നടന്നും രക്ഷാമാർഗം വിളിച്ചറിയിച്ചു. എന്തുകൊണ്ട് അവർ പട്ടിണി കിടന്നു? എന്തുകൊണ്ട് അവർ വഴികളിലൂടെ വലഞ്ഞ് രാത്രികളിലെല്ലാം കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയും കുത്തിയിരുന്നും മുണ്ട് മുറുക്കി കുത്തിയും പട്ടിണി കിടന്നും സുവിശേഷം അറിയിച്ചത്? അവർക്കറിയാമായിരുന്നു, ഞങ്ങൾ അറിയിക്കുന്നത് രക്ഷാമാർഗമാണ്, ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ രക്ഷാമാർഗം അറിയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇനി താമസിക്കുകയില്ല. നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. അയക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ സ്നാനപ്പെടും? അപ്പോൾ അയച്ചിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും അയക്കണ്ടേ? കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ്. ചിലരെ പ്രാർത്ഥിച്ച് സഭ അയക്കാറുണ്ട്, ചിലരെ. എന്നാൽ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ഈ സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ന്യൂ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന 4500ഓളം സഭകൾ സ്ഥാപിച്ച വി.എ. തമ്പിച്ചായൻ, ഒരു പാവപ്പെട്ട ഉപദേശി. ആ ഉപദേശി പറഞ്ഞു, മോനെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ് എന്നൊരൊറ്റ ചോദ്യം അന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. നേരെ പോയത് സുവിശേഷം പറയാനാണ്. നേരം വെളുത്തിട്ട് പിന്നെ സുവിശേഷം വിളിച്ചു പറയുകയാണ്. മരത്തിൻ്റെ മുകളിലും കവലയിലും വയലുകളിലും എന്ന് വേണ്ട എവിടെയും നിന്നുകൊണ്ട് ഈ സുവിശേഷം പറയുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞല്ല, ബൈബിൾ കോളേജിലെ വേദപഠനത്തിന് ശേഷമല്ല, രക്ഷിക്കപ്പെട്ട അന്നു മുതൽ. അപ്പോൾ സുവിശേഷം അറിയിക്കേണ്ടത് എന്നു മുതലാണ്? ഈ സത്യം അറിയുന്ന അന്നു മുതൽ. ഇന്ന് ആദ്യമായിട്ടാണ് ഈ സത്യം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സത്യം മറച്ചു വെക്കരുത്. ഇത് നിങ്ങൾ ഈ രക്ഷാമാർഗം, ഈ സത്യം ഏത് മനുഷ്യനെയും വിടുവിക്കുന്ന മാർഗം, ഏത് മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗം നിങ്ങൾ ആരോടും പറയാതിരുന്നാൽ നമുക്ക് ശിക്ഷയുണ്ട്. ഈ സത്യം നമ്മൾ അറിയിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട്. എത്രയോ ആയിരങ്ങളെ വിടുവിക്കേണ്ട സത്യമാണ്. ഭൂതം പറയുകയാണ്, ആ സ്ത്രീയുടെ ഭൂതം പുറകെ നടന്ന് പറയുകയാണ്. ഇങ്ങനെ അവൾ പല നാള് ചെയ്തു വന്നു. ഒരു ദിവസമല്ല, മാസങ്ങൾ ചെയ്ത് കാണും. ഒരു ദിവസം പൗലോസിനെ മുഷിപ്പ് തോന്നി. തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവൾ സ്വസ്ഥമായി. ഭൂതം അവളെ വിട്ടുമാറി. അവൾ സ്വസ്ഥതയുള്ളവളായി. ഇപ്പോൾ അസ്വസ്ഥത ആർക്കാണെന്നറിയാമോ? അവളുടെ യജമാനന്മാർക്ക്. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി, ജയിലിലിട്ടു, ഉപദ്രവിച്ചു, അകത്തെ ആമത്തിലിട്ട് പൂട്ടി. രാത്രിയിൽ പൗലോസ് ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. അതാണ് 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ജയിലിലേക്ക് 2 പേരെ കൊണ്ടുപോയുള്ളൂ. എല്ലാവരും വലിച്ചു കൊണ്ടുപോയില്ല, 2 പേരെ. രാത്രിയിൽ പൗലോസും ശീലാസും എന്തുകൊണ്ട് സ്തുതിച്ചു? കർത്താവേ, ഒരു ദർശനപ്രകാരം ഇവിടെ വരാനും
അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ജയിലിലെത്തുവാനും അങ്ങ് അവസരം തന്നല്ലോ. നന്ദിയുള്ള, കൃതജ്ഞതയുള്ള ഒരു ഹൃദയം വൻ വിജയം കൊണ്ടുവരും എന്നുള്ളതിൻ്റെ തെളിവിതാണ്. നന്ദി പറയുകയാണ്. അതാണ് പാടി സ്തുതിക്കുക. കർത്താവേ, അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെ പുറകിൽ അങ്ങേക്ക് എന്ത് ഉദ്ദേശമുണ്ട്? ദർശനത്തോടെ ഞങ്ങൾ ഇവിടെ അയച്ചെങ്കിൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതാണ് അവരുടെ സ്തുതി, അതാണ് അവരുടെ പാട്ട്. അങ്ങ് നല്ലവനാണ്. ദോഷം ചെയ്യാൻ അറിയാത്തവനെ ഞങ്ങളെ വിളിച്ച ദൈവമേ, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, വിളിച്ചാൽ മാനിക്കുന്ന ദൈവമേ. അങ്ങനെയുള്ള പാട്ടുകൾ ഇന്നത്തെ ദുഃഖത്തിൻ്റെ പാത്രമുള്ള പാനപാത്രം മാത്രമല്ല അവർ പാടിയത്. അത് നല്ല പാട്ടാണ്, എന്നാൽ അത് മാത്രമല്ല പാടിയത്. അവർ സ്തുതിയുടെ പാട്ടുകൾ പാടി, അവർ വിജയത്തിൻ്റെ പാട്ടുകൾ പാടി. യേശു അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു. അവിടെയാണ് വർധനവുണ്ടായത്. ഇവർ ആ പ്രതികൂലത്തിൽ പാടി സ്തുതിച്ചു. ഉടനെ ജയിലിൻ്റെ എല്ലാ വാതിലും തുറന്നുപോയി. എല്ലാ സെല്ലുകളിലും കിടക്കുന്ന ജയിൽ പുള്ളികളുടെ കയ്യിലും കാലിലുള്ള ചങ്ങല അഴിഞ്ഞു. ആരും ഓടിപ്പോയില്ല. കൈകാലുകളുടെ ബന്ധനം മാത്രമല്ല അഴിഞ്ഞത്, അവരുടെ ഹൃദയത്തിൻ്റെ ബന്ധനവും അഴിഞ്ഞു. എല്ലാവരും ഒരുമിച്ച് പൗലോസിൻ്റെയും ശീലാസും കിടക്കുന്ന മുറിയിൽ വന്നു. ജയിലധികാരി എല്ലാവരും ഓടിപ്പോയി കാണുമെന്ന് കരുതി കൊല്ലാൻ പോയപ്പോൾ, നീ നിനക്കൊരു ദോഷം വരുത്തരുതെന്ന് പറഞ്ഞു. ജയിലധികാരി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ മുറിയിലേക്ക് വന്ന് കാൽക്കൽ വീണു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ആ 31 വാക്യത്തിൽ കാണുന്നു. അങ്ങനെ ആ കുടുംബം, 33 വാക്യം, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനപ്പെട്ടു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. സുവിശേഷത്തിൻ്റെ വഴികൾ നോക്കിയേ. അവിടെ ഉപദ്രവമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, എന്നാൽ ദർശനപ്രകാരം ഇറങ്ങിയവർ പിന്തിരിയുന്നില്ല. ഒരു ദർശനമില്ലെങ്കിലോ എന്നേ അവർ ഒളിച്ചോടിയാനെ. ഇപ്പൊ ജയിലിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. ജയിൽ അധികാരി കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അങ്ങനെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ഒരു സഭയുടെ ജന്മം അവിടെ കാണാം. അതിനുശേഷം അവര് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ലുദിയയുടെ വീട്ടിൽ കയറി എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന ചരിത്രം. 40 വാക്യം, അവസാനത്തെ വാക്യം, അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. ഇവരെ ആശ്വസിപ്പിച്ചെന്നല്ല, തല്ലുകൊണ്ടവർ തല്ലുകൊണ്ടത് കേട്ടവരെ ആശ്വസിപ്പിച്ചു. അതാണ് അപ്പോസ്തലന്മാരുടെ ചരിത്രം. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രാർത്ഥനയുടെ ശക്തിയുള്ളവർ, ദർശനത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ, തിരുവെഴുത്തും ദൈവശക്തിയും അറിയാവുന്നവർ, ദൈവവിളിയുടെ മൂല്യം അറിയാവുന്നവർ, സുവിശേഷത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നവർ, അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതുപോലെ ഇന്നത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ മുന്നോട്ട് പോവുക. എന്ത് പ്രശ്നം സഹിച്ചാലും ഈ സുവിശേഷം യേശുവിനെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുക. നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതാണ് സുവിശേഷം. ആര് ഉപദ്രവിക്കാൻ പദ്ധതിയിട്ടോ അവർ തന്നെ സ്നാനപ്പെട്ട് കർത്താവിൽ ആനന്ദിക്കുന്നതാണ് പിന്നത്തേതിൽ കാണുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സഭ ഫിലിപ്പിയൻ ദേശത്ത് ഉണ്ടാകാനിടയായി. അതാണ് കർത്താവിൻ്റെ കരം. നിങ്ങളെവിടെ അസാധ്യതയെന്ന് പറയുന്നു, എവിടെ പ്രതികൂലമെന്ന് പറയുന്നുവോ അവിടെ മെഗാ ചർച്ചുകൾ ഉണ്ടാകും. ഞാനത് വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, വലിയ സഭകൾ എവിടെയാണെന്നറിയാമോ? ഒരു സാധ്യതയും ഇല്ലാത്തിടത്തും കർത്താവിന് തുറക്കാൻ കഴിയും. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. കർത്താവിൻ്റെ കൂടെ നിന്നാൽ മതി, വഴികൾ തുറക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും കർത്താവിൽ ധൈര്യപ്പെടുക. സംഭവിക്കുന്നതിലെല്ലാം കർത്താവിന് പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൽ വരുന്ന
ദർശനത്തോടെ മുന്നോട്ട് ഇറങ്ങിയിട്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കർത്താവിൻ്റെ മക്കൾക്ക് ബലവും കൃപയും കൊടുക്കണം. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടി സകലത്തിന് നന്ദി പറഞ്ഞ് ബലപ്പെടാൻ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. വഴികളും വാതിലുകളും തുറന്നു വരട്ടെ. ഇന്നു മുതൽ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ മുതലുള്ള 3 ദിവസത്തെ പ്രാർത്ഥന ഓർക്കുക, കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു.